റോയ്ചയ തിരുവനന്തപുരം നേമം മണ്ഡലത്തിലെ വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാനും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാനും ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ CPI ഒരു ജില്ലാ നേതാവിനെ പുറത്താക്കിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന LDF BJP ഡീൽ, അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയല്ലേ ഈ പുറത്താക്കൽ? തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചും അതിനു മുമ്പ് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്ഥിരമായി പറയുന്നതായിരുന്നു CPM BJP അലയൻസ് ഉണ്ടെന്ന്. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി പിന്നെ കോൺഗ്രസിന് നടത്തിയ പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുടെ ഭാഗമായി വന്നപ്പോഴും അദ്ദേഹം ഈ CJP എന്ന് പരസ്യമായി പറയുകയും ചെയ്തതാണ്. കമ്മ്യൂണിസ്റ്റ് BJP അലയൻസിൻ്റെ ഭാഗമായിട്ടാണ് CJP എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായിട്ടാണ് CPM BJP ഇടപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 10ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ഡീലും ഉണ്ടെന്ന് ആദ്യമായി പറഞ്ഞ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ആ ഡീല് വളരെ ശരിയാണെന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും തുറന്നു പറയുകയും അതിൻ്റെ തെളിവുകളും അവർ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് നടക്കുന്നുവെന്ന് പരസ്യമായി പറയുകയും ചെയ്ത. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ നേമം മണ്ഡലത്തിൽ BJPയും CPMഉം തമ്മിൽ ഇത്തരത്തിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ CPIയുടെ തന്നെ ഒരു ജില്ലാ നേതാവായ സുലോചനൻ ഇതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻ വാർഡ് കൗൺസിലർ കൂടിയാണ്. അമ്പലത്തറ വാർഡിൽ അദ്ദേഹം കൗൺസിലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടുത്തെ കൗൺസിലറായി മത്സരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് കേരളത്തിൽ വളരെ പരസ്യമായി നടക്കുന്ന ഒരു സംഭവമാണെന്നുള്ളതിന് പല തെളിവുകൾ ഈ അടുത്ത കാലത്താണ് CPIയിൽ തന്നെ CPIയുടെ MLA ആയിരുന്ന CC മുകുന്ദൻ BJPയിൽ പോയി ചേർന്നു. നാട്ടിക സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു ആരോപണം. അത് പറച്ചിലാണെങ്കിൽ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ്. ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാസിസത്തെ എതിർക്കുന്നു, വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അണികളും അവരുടെ നേതാക്കളും നേരെ ചെന്ന് ചാടുന്നത് BJPയുടെ പാളയത്തിലേക്കാണ്. ഇപ്പോൾ വൈക്കത്തെ മുൻ MLA അജിത്ത് പോയത് എങ്ങോട്ടാണ്? CPIയുടെ MLA ആയിരുന്നു. അയാൾ നേരെ പോയത് BJPയിലേക്കാണ്. S രാജേന്ദ്രൻ ദേവികുളത്തെ പഴയ CPMന്റെ MLA 3 വട്ടം MLA ആയിരുന്നു. അദ്ദേഹവും പോയത് BJPയിലേക്കാണ്. അപ്പോൾ BJP CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ഈ പരസ്യവും രഹസ്യവുമായ ഇടപാടുകൾ ഒരു അത് ഓരോ ദിവസവും അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ CPIയെ സംബന്ധിച്ച് CPI വലിയ തത്വം പറയുകയും അതിന് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ നമ്മൾ 2009 കണ്ടതാണ്. CPIയുടെ സീറ്റ് എടുത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒരു പിന്നെ സ്വാശ്രയ കോളേജിൻ്റെ കച്ചവടക്കാരനും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിക്ക് കൊടുത്ത് ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന ആളിന് വിറ്റ് വലിയ വിവാദം ഉണ്ടായതാണ്. അപ്പം ഇതാണ് കേരളത്തിൽ വളരെ പരസ്യമായി നടക്കുന്ന CPM BJP ഡീലിൻ്റെ ഓരോരോ കഥകളാണ് ഓരോ സമയത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ സുലോചനൻ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ശിവൻകുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് BJP അവിടെ ജയിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇപ്പോഴും BJPയുമായിട്ടാണ് പരസ്യമായ ഇടപാടുകൾ ഉണ്ടെന്നുള്ളതിന് തെളിവുകളാണ് ഇത് ഓരോ ഘട്ടത്തിൽ. കാരണം ഇവിടെ തന്നെ നമ്മൾ കണ്ടതാണ് CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ മോദിയെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കാൻ അവർക്ക് ധൈര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി, CPMന്റെ നേതാക്കന്മാർ ആരും തന്നെ പ്രധാനമന്ത്രിയുടെ വീഴ്ചകളെക്കുറിച്ച് അല്ലെങ്കിൽ ഭരണവൈകല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത CPM കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണെന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിനൊരു കാരണമെന്ന് പറയുന്നത് ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ മറയ്ക്കുന്നതിനൊരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു മറയായിട്ടാണ് ഈ CPM ബന്ധം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർട്ടികളെ സംബന്ധിച്ചുള്ള കോൺഗ്രസ്സാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ പറയുന്നത്. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ്, ബംഗാളിൽ എന്താണ് ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ CPMന് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആ ഒരവസ്ഥയിലാണ്. അത് അവരുടെ അണികളിൽ ഒരു 60-70% പേരും നേരെ പോയി കയറിയിരിക്കുന്നത് BJPയിലേക്കാണ്. ബാക്കി വരുന്നതാണ് തൃണമൂലിലേക്കൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഏറ്റവും ചെന്ന് കയറാൻ പറ്റുന്നതും അവർക്ക് ഏറ്റവും സുഖകരമായി പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് അവർ BJPയെ കാണുന്നത്. കാരണം രണ്ട് പാർട്ടികളുടെയും നയങ്ങളും ഏർപ്പാടുകളും പരിപാടികളും എല്ലാം ഏതാണ്ട് ഒന്നുപോലൊക്കെ തന്നെ. രണ്ടും ഒരു ഫാസിസ്റ്റ് പാർട്ടികളാണ്. രണ്ടുപേര് ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജനാധിപത്യ ക്രമങ്ങളോടൊന്നും ഒരു താല്പര്യവും ഇല്ലാത്തവരാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരെ അവിടെ പോയി ഈ അണികൾക്ക് നേരെ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നത്. ഇപ്പം നേമത്ത്
തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തുമാത്രം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തുമാത്രം വോട്ടുകൾ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ടെന്നുള്ളത്. അല്ല, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കൗൺസിൽ അംഗത്തിന്റെ തന്നെ പുറത്താക്കുന്ന നടപടിയിലേക്ക് എത്തിയത്. അപ്പം തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചായാൽ ശിവൻകുട്ടി തോൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് സമാനമായ ഒരു സാഹചര്യം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ. അവിടെ മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന അദ്ദേഹം CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹവും പാർട്ടി വിടാനുണ്ടായ കാരണം പറഞ്ഞ് അവിടുത്തെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് അവിടെ മത്സരിക്കുന്ന സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പകൽ CPIയും രാത്രി RSSകാരുമായിട്ട് RSSന്റെ ഇടപാടുകളുണ്ടെന്ന് അദ്ദേഹവും ആരോപിച്ചിട്ടാണ് ഈ പാർട്ടി വിട്ടുപോയിരിക്കുന്നത്. അപ്പം CPIക്കാർക്കും CPMകാർക്കും അവരുടെ ഇടപാടുകളെല്ലാം, അവരുടെ രാഷ്ട്രീയപരമായ ഇടപാടുകളെല്ലാം തന്നെ BJPയുമായിട്ടുണ്ടെന്നുള്ളത് തെളിവുകളാണ്. ഓരോ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ ആരോപണങ്ങളുമായി പുറത്തു വരുന്നതും. അവർ നേരെ ചെന്ന് കയറുന്നത് BJP പാളയത്തിലേക്കാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവർ ഈ പറച്ചിൽ വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ വെറും നമ്മൾ കണ്ടതാണ്. PM ശ്രീയിൽ പോയി രഹസ്യമായി ഒപ്പിടുന്നതും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുന്നു എന്നുള്ള നാട്യത്തിൽ BJPയുമായിട്ട് ഒരു വശത്ത് അവർ അലയൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ BJP അവരുടെ മുഖ്യ ശത്രുവാണെന്ന് പറയാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ BJPയാണ് മുഖ്യ ശത്രു എന്ന് കേരളത്തിലെ ഒരു CPM നേതാവും പറയുന്നത് നമ്മളാരും കേട്ടില്ല. അവർക്കിപ്പോഴും ശത്രുവായിട്ട് അവർ നിർത്തിയിരിക്കുന്ന കോൺഗ്രസിനെയാണ്. ഇന്ത്യയിൽ BJP എതിർക്കുന്ന ഏക പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസിനെയാണ് ഇവർ രണ്ടു കൂട്ടരും, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എതിർക്കുന്ന കോൺഗ്രസിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധിയാണ് ഈ രണ്ടു കൂട്ടരും എതിർക്കുന്നത്. ഒരുപോലെ ആക്രമിക്കുന്നതും BJPക്കാരും ആക്രമിക്കുന്നതും CPIക്കാരും ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ഇവർ രണ്ടു കൂട്ടരും, ഈ രണ്ട് പാർട്ടികളും കോൺഗ്രസ് മുക്ത ഭാരതത്തെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്. ഇപ്പോഴും ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് BJPയുടെ നയങ്ങളെ എതിർക്കുകയും RSSന്റെ നയങ്ങളെ എതിർക്കുകയും വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും ആണ് ഇവർ എപ്പോഴും കുറ്റപ്പെടുന്നത്. എന്നിട്ട് ഇവർക്ക് BJPയുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നതിൽ ഇവർക്കാർക്ക് യാതൊരു മടിയുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടത് ഈ സുലോചനൻ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പം അതുപോലെ തന്നെയാണ് മീനാങ്കൽ കുമാറും പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഈ BJPയുമായിട്ട് ഇടപാടുകൾ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണ് ഇവരൊക്കെ പാർട്ടി വിട്ട് പുറത്ത് ചാടുന്നത്. അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോകാതെ BJPയിലേക്ക് തന്നെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാ. താഴെ തട്ടിലുള്ള നേതാക്കന്മാർക്കും മേലെ തട്ടിലുള്ള നേതാക്കന്മാർക്കും പലതരത്തിലുള്ള ഇടപാടുകൾ, ഡീലുകൾ BJPയുമായിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഓരോരോ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അല്ല, നേമത്തെ ഡീല് ഇപ്പൊ ഏറെക്കുറെ വെളിവായി വന്നു. അതുപോലെ ശക്തമായ മത്സരങ്ങൾ നടന്ന വേറെ മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവുണ്ട്, അതുപോലെ കഴക്കൂട്ടമുണ്ട്, മഞ്ചേശ്വരമുണ്ട്. അവിടെയൊക്കെ ഡീല് നടന്നിട്ടുണ്ടാവാം. അല്ല, ഇത് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച മണ്ഡലങ്ങളിൽ പെട്ടതാണ്. ഏതാണ്ട് 10 മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ ഡീലുകൾ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിന് പിന്നാലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഇൻക്ലൂഡിംഗ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ CPM BJP ഡീലിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഏതാണ്ട് 19 മണ്ഡലങ്ങളിൽ CPMന് ജയം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണല്ലോ നാട്ടിലാരും കേട്ടിട്ടില്ലാത്ത 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് സീറ്റുകൾ പതിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട BJP കാലാകാലങ്ങളായി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ, ഡീലുകൾ നടന്നു എന്നുള്ളത് ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അറിയാം. എന്തുമാത്രം വോട്ടുകളാണ് അങ്ങോട്ട് മറിച്ചിരിക്കുന്നതെന്നും എന്നുള്ളത് തെളിവ്. അതായത് തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിൽ CPMന് BJPക്ക് ഭരണമുള്ള ഒരു മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. 2 മുനിസിപ്പാലിറ്റികളിൽ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ. അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് 2020ക്കാണ്. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പരസ്യമായി രഹസ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെങ്കിൽ അവർ സഖ്യകക്ഷിയായിട്ടായിരിക്കും രണ്ടും മത്സരിക്കാൻ പോകുന്നത്. CPMന് വളരെ എളുപ്പത്തിൽ തന്നെ BJPയുടെ സഖ്യകക്ഷിയാവുന്നതിന് ഒരു മടിയും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ബംഗാളിൽ അതിലേ കണ്ട്, ത്രിപുരയിൽ അതിലേ കണ്ട്. BJP CPMന്റെ ഭരണം മാറി നേരെ വന്ന് കയറിയത് ത്രിപുരയിൽ വന്ന് കയറിയത് BJPയാണ്. ഇപ്പോൾ ബംഗാളിൽ തന്നെ രണ്ടാമത്തെ കക്ഷിയായിട്ട് BJP മാറിക്കഴിഞ്ഞു. അപ്പം ഇത് മുഴുവൻ CPMന്റെ അണികളാണ്. ഈ അടുത്ത ദിവസമാണല്ലോ നമ്മൾ പല ചാനലുകളും ഈ മലയാളം ചാനലിൽപ്പെട്ടവർ പോയി ചോദിക്കുമ്പോൾ നിങ്ങളുടെ പഴയ പാർട്ടി ഏതായാലും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരേ ഉത്തരവാണ്, ഞങ്ങൾ CPMകാരായിരുന്നു എന്നാണ് ബംഗാളിലുള്ള ഇപ്പോഴത്തെ BJP നേതാക്കളൊക്കെ പറയുന്നത്. അപ്പം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ്
കേരളത്തിൽ ഇവിടെ നടക്കുന്നത്. ഇപ്പം നേമത്ത് കണ്ടത് തന്നെയാണ്. സുലോചനൻ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? CPIയുടെ നേതാവായിരുന്നുകൊണ്ട്, മുൻ കൗൺസിലറായിരുന്നുകൊണ്ട് BJPക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിലും രക്തത്തിലും എല്ലാം ഈ വർഗീയതയും ഈ BJP അനുഭാവവുമാണ് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്.